Oxford Academy. Tuition for SSLC 9th Standard, 10th Regular and Holiday Batches. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. Oxford Academy. For admission, contact 995691 ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ്. അപ്പോൾ മക്കളെ, നമ്മുടെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക്, ഹിന്ദി പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ സർവ്വനാമവും അതേപോലെ തന്നെ വിഭക്തി പ്രത്യയവും തമ്മിൽ ചേർത്തുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. സർവ്വനാമം കണ്ടെത്താനോ അല്ലെങ്കിൽ സർവ്വനാമ വിഭക്തി പ്രത്യയം കൂടി ചേർന്നുണ്ടാകുന്ന വാക്യം ഏതാണ്, ശരിയായ വാക്യം ഏതാണെന്ന് കണ്ടെത്താനൊക്കെ. ഓക്കെ, ഇപ്പോൾ ആ ബോർഡിൽ തന്നിട്ടുള്ള ഈ മോഡൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യം ഏതാണെന്ന്. വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട. അതായത് 1 മാർക്കിനാണ് നിങ്ങൾക്ക് ഇത് ചോദിക്കുക. പക്ഷേ ഹിന്ദിയിൽ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. 35 മാർക്ക് A+ പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിക്ക് 1 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ്. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് ഈ ഒരു ട്രിക്ക് നമുക്ക് പഠിക്കാം. വളരെ സിമ്പിൾ ട്രിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സർവ്വനാമവും പരസർഗവും പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹിന്ദിയിലെ പ്രധാനപ്പെട്ട സർവ്വനാമങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എല്ലാം ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ. ഹിന്ദിയിലെ ഒരു സർവ്വനാമം എന്ന് പറഞ്ഞാൽ മേം ആണ്, മറ്റൊന്ന് തു. ഓക്കെ, നിങ്ങൾ വേറെ അതിനിടയിൽ ഹമ്മും തുമ്മൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട പിന്നെ യഹ്, പിന്നെ അതേപോലെ വഹ്, പിന്നെ യേ, പിന്നെ വേ. ഇത്രയേ ഇത്രയാണ് നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ കോനും ജോയൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇത്രയും 1, 2, 3, 4, 5, 6 ഈ 6 എണ്ണം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ പ്രത്യയങ്ങളും കൂടി പറഞ്ഞുതരാം. ക, കി, കെ, കൊ, നെ, സേ, പിന്നെ പർ, മേ, പിന്നെ കേലിയെ. ഇത്രയും പ്രത്യയങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പം ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ കളികൾ നോക്കാം. ആദ്യം ഇവിടെ മേം അല്ലേ, ഈ മേം എന്നതിനെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ പ്രത്യയങ്ങളോടും കൂട്ടി യോജിപ്പിച്ച് നോക്കാം. മേം പ്ലസ് ക, മേം പ്ലസ് ക എന്ന് വരുമ്പോൾ മേര എന്നായിട്ട് മാറും. എന്നാ മനസ്സിലാക്കി, നിങ്ങൾ പെട്ടെന്ന് പഠിക്കുന്നതിന് കൂടെ മേം പ്ലസ് ക മേര ആയിട്ട് മാറും. മേം പ്ലസ് കി അപ്പം എന്തായിട്ട് മാറും, മേരി. അപ്പം മേം പ്ലസ് കെ എന്തായിട്ട് മാറും, മേരെ. അപ്പം ഇത് മേരോ എന്നല്ല, മുജെ അല്ലെങ്കിൽ മുജുക്കോ. വളരെ ശ്രദ്ധിക്കണം. മേം പ്ലസ് കോ എന്താവും, മുജെ അല്ലെങ്കിൽ മുജുക്കോ. ഈ കോ വരുമ്പോൾ മാത്രം ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും, അത് ഓർക്കുക കേട്ടോ. ഇനി മേം പ്ലസ് നെ മേനെ, മേം പ്ലസ് പർ മുജ്സെ, മേം സേ എന്നല്ല മുജ്സെ, മേം പ്ലസ് പർ മുജ് പർ, മേം പ്ലസ് മേം മുജ് മേം, മേം പ്ലസ് കേലിയെ മേരേ ലിയെ. ഇങ്ങനെയാണ് വരിക, ഓർത്തല്ലോ. ഇനി അതേപോലെ തന്നെയാണ് തൂൻ്റെതും. തൂ പ്ലസ് ക, നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ല, തേര എന്നാണ് വരിക. തൂ പ്ലസ് ക എന്താ, തേര. തൂ പ്ലസ് കി തേരി, തൂ പ്ലസ് കെ തേരെ, തൂ പ്ലസ് കോ തുജെ. നമ്മൾ മേം പ്ലസ് കോ മുജെ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തൂ പ്ലസ് കോ എന്നാണ് തുജെ അല്ലെങ്കിൽ തുജുക്കോ, രണ്ടും വരും കേട്ടോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ചിലപ്പോൾ തുജെ എന്നാണ് നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി തൂ പ്ലസ് നെ തൂനെ, തൂ പ്ലസ് സെ തുജ്സെ, തൂ പ്ലസ് പർ തുജ് പർ, തൂ പ്ലസ് മേം തുജ് മേം, പിന്നെ തൂ പ്ലസ് കേലിയെ തേരിലിയെ. ഓക്കെ അല്ലേ? ഇനിയാണ് കളികൾ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. യഹ് എന്നുള്ള സർവ്വനാമം ഏത് പ്രത്യയത്തിൻ്റെ കൂടെ, കായോ കീയോ കെയോ ഏത് വേണം വന്നോട്ടെ, ഏതിൻ്റെ കൂടെ വരികയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ് എന്നായിട്ട് മാറും. യഹ് എന്നായിട്ട് മാറും, ഇസ് എന്നായിട്ട് മാറും. വഹ് ആണെങ്കിൽ ഉസ് ആയിട്ട് മാറും. ഇനി യേ ആണെങ്കിൽ ഇന്നായിട്ട് മാറും. ഓക്കെ, ഇൻ. ഇനി വേ ആണെങ്കിൽ ഉൻ എന്ന് മാറും. ഓക്കെ, എന്തൊക്കെയാ? ഇസ്, ഉസ്, ഇന്ന്, ഉന്ന്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. യഹ് പ്ലസ് ക, യഹ് എന്നുള്ളത് ഇസ് അല്ലേ ആവുക. അപ്പൊ യഹ് പ്ലസ് ക എന്താവും, ഇസ്ക. അപ്പൊ യഹ് പ്ലസ് കി എന്താവും, ഇസ്കി. യഹ് പ്ലസ് കെ ഇസ്കെ, യഹ് പ്ലസ് കോ ഇസ്കോ, യഹ് പ്ലസ് നെ ഇസ്നെ, യഹ് പ്ലസ് സെ ഇസ്സെ, യഹ് പ്ലസ് പർ ഇസ്പർ, യഹ് പ്ലസ് മേം ഇസ്മേം, യഹ് പ്ലസ് കേരിയെ ഇസ്കേരിയെ. സിമ്പിൾ അല്ലേ? ഇനി അതേപോലെ തന്നെ വഹു വന്നാൽ ഉസ്സല്ലേ വരിക. അപ്പൊ എങ്ങനെ വരിക, ഉസ്ക, ഉസ്കി, ഉസ്കെ, ഉസ്കോ, ഉസ്നെ, ഉസ്സെ, ഉസ്പർ, ഉസ്മേം, ഉസ്കേരിയെ. സിമ്പിൾ. ഇനി യേ വന്നാൽ എന്താണ്, ഇന്നല്ലേ വരിക. അപ്പൊ ഇൻക, ഇൻകി, ഇൻകെ, ഇൻകോ, ഇന്നെ എന്നല്ല, ഇനോനെ എന്നാണ് വരിക. ഇൻസെ, ഇൻപർ, ഇൻമേം, ഇൻകേലിയെ. അടുത്ത് വേ വന്നാൽ ഉന്നല്ലേ. അപ്പോൾ ഉൻക, ഉൻകി, ഉൻകെ, ഉൻകോ, ഉന്നെ, ഉന്നെ അല്ല ഉനോനെ, പിന്നെ ഉൻസെ, ഉൻപർ, ഉൻമേം, പിന്നെ ഉൻകേരിയെ. സിമ്പിൾ അല്ലേ? ഇത്രയും ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. വളരെ ഈസിയാണ്. നിങ്ങളോട് എന്താ പറയുക, നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്നിട്ടുള്ള സെയിം പാറ്റേണിലാണ് ഞാൻ ഇവിടെ ചോദ്യങ്ങൾ തന്നിട്ടുള്ളത്. ഇതല്ലാതെ വേറെ 2 പാറ്റേണിലും കൂടി ഈ ചോദ്യങ്ങൾ വരും. അതും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തമായിട്ടൊന്ന് കാണട്ടെ. ഏത് രീതിയിലാണ് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. സാധാരണ ഗ്രാമർ മോഡൽ എക്സാമിൻ്റെ സെയിം
പാറ്റേണിലാണ് വരാറുള്ളത്. പക്ഷേ ചിലപ്പം ചില ചേഞ്ചസ് ഒക്കെ വന്നാലോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. കണ്ടോ, നമ്മുടെ മോള് എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റത്തെ ഉത്തരമൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ എല്ലാത്തിനും നോക്കിയാൽ ഉസ്കെ 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 ഇതാണ് വന്നത് അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി എല്ലാത്തിനും ഉസ്കെ ആയതുകൊണ്ട് ഉസ് എന്ന സൗണ്ട് വരണമെങ്കിൽ നമ്മൾ ഏത് വരണം എന്നാ പഠിച്ചത്? വഹ് അല്ലേ. അപ്പൊ നിങ്ങൾ ഇതിൽ വഹ് വരുന്ന ഏതാ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരം കിട്ടി. ഏതാ? വഹ്. കണ്ടോ, വഹ് പ്ലസ് കെ ആണ് ഉസ്കെ. വേ പ്ലസ് കെ ആയിരുന്നെങ്കിൽ വേ ഉന്നല്ലേ, ഉൻകെ വരണമായിരുന്നു. എ പ്ലസ് കെ ആണെങ്കിൽ ഇൻകെ വരണമായിരുന്നു. യഹ് പ്ലസ് കെ ആണെങ്കിൽ ഇസ്കെ വരണമായിരുന്നു. അപ്പൊ ശരി ഏതാണ്? ഇതാണ് വഹ് പ്ലസ് കെ ഉസ്കെ. മനസ്സിലായില്ലേ? ഇത്രയുള്ള ഈ ഗുട്ടൻസ് ആണ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടി. ഇത്ര സിമ്പിൾ ആണ്. ഇനി അടുത്ത് നോക്കിയാ വേ പ്ലസ് കെ ഉസ്കെ, വഹ് പ്ലസ് കെ ഉസ്കെ ഇങ്ങനെ തന്നെ. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാം എന്താ വന്നത്? എല്ലാം ഉസ്കെ 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 സെയിം സാധനം കൊണ്ടൊക്കെ ഇതേ സെയിം സാധനമാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയ എന്താ? വഹ് പ്ലസ് കെ ഉസ്കെ. ഇതാണ് ശരി അല്ലേ, ഉസ് അല്ലേ. ഇനി അടുത്ത് നോക്കിയാ ഇസ്കോ ആണ് വന്നത്, ഇസ് ആണ് വന്നത്. എല്ലാം ഇസ്. ഓക്കെ, എല്ലാം ഇസ് ആണെങ്കിൽ ഇസ് വരണമെങ്കിൽ യഹ് അല്ലേ. അപ്പൊ ഇതിൽ യഹ് വരുന്ന ഏതാന്ന് നോക്കി കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. ഇതും യഹാണ്, ഇതും യഹാണ് അല്ലേ. അപ്പൊ രണ്ടുത്തരല്ല. ഇവിടെ ഇസ്കോ എന്നല്ലേ വന്നത്. കോ വരണമെങ്കിൽ കോ തന്നെ വരണ്ടേ. ഇത് ഇസ്കെ എന്നാ വരിക. അപ്പൊ ഏതാ ശരി? ഇതാണ് ശരി. യഹ് പ്ലസ് കോ ഇസ്കോ ഒക്കെ നോക്കണം കേട്ടോ, പ്രത്യേകം കൂടി നോക്കണം. ഇനി അടുത്തെന്താ? അടുത്തത് ഉസ്കോ ഉസ്കെ 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 പിന്നും വഹനാണ് വന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി വഹ് പ്ലസ് കെ അല്ലേ. ഇനി അടുത്തത് മേം ആണ് അല്ലേ. മേം വെച്ച് വന്നാൽ മായാണ് വരിക അല്ലേ. അപ്പൊ നോക്കെന്താ? മുജെ 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 ഒക്കെ മുജയാണ് വന്നത്. അപ്പൊ എല്ലാത്തിലും മേം തന്നെയാണ് വരേണ്ടത്. ഇവിടെയും മേമാണ്, ഇവിടെയും മേമാണ്, ഇവിടെയും മേയാണ്, ഇവിടെയും മേയാണ്. പക്ഷെ ഒരു കുഴപ്പം, മുജെ വരണമെങ്കിൽ എന്ത് വരണം? ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത് മേം പ്ലസ് കോ ആണ് മുജെ. അപ്പൊ രണ്ടാമത്താണ് ശരി. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളെ ഇങ്ങനെ ഇപ്പൊ തുജെ ആണെങ്കിൽ ടു പ്ലസ് കോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോ. മിക്കവാറും ഇതിലേതെങ്കിലും ഒന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ പണ്ട് ചോദിച്ചിരുന്ന മെത്തേഡും കൂടി പറഞ്ഞുതരാം. ചിലപ്പോൾ ഇപ്രാവശ്യം ഇതേപോലെ ചോദിച്ചാലോ. എങ്ങനെ മുമ്പ് ചോദിച്ചിരുന്ന വെച്ചാൽ ഇങ്ങനെ ഒരു വാക്ക് വരും, ഉസ്മേം. ഏതെങ്കിലുമൊക്കെ പാഠഭാഗത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചോദ്യം വരിക. ഉസ്മേം എന്നുള്ളൊരു വാക്ക് എന്നിട്ട് ഉസ്മേമേ നിഹിത സർവനാം കോൻസാഹെ, ഇതിലുള്ള സർവനാമം ഏതാന്ന് ചോദിക്കുക. പ്രത്യേകം ചോദിച്ചില്ല സർവനാമം ഏതാന്ന് ചോദിച്ചേ. അപ്പൊ നിങ്ങൾ നോക്കണം, ഉസ് എന്ന സൗണ്ട് അല്ലേ വന്നത്. ഉസ് എന്ന സൗണ്ട് വന്നാൽ വഹ്. അപ്പൊ ഇതിൽ വഹ് ഉണ്ടോ നോക്കുക. അതാ ആൻസർ ഫസ്റ്റ് തന്നെ ആൻസർ കിട്ടി. ഇനി അടുത്തെന്താ? ഇവിടെയും കണ്ടോ ഉസ്കോ. ഉസ്കോ എന്നുള്ളതിൽ എന്താണ്? നിഹിത സർവനാം. അപ്പൊ അവിടെയും വഹ്. വഹ് ഉണ്ടോ നോക്ക്. വഹ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എപ്പോഴും ഉസ് തന്നെ വരണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഇസ്സാവാം, ഇന്നാവാം, അല്ലെങ്കിൽ ഉന്നാവാം, ഏത് വേണം വരാം. അടുത്ത നോക്ക് മേരെ. മായല്ലേ. മായിൽ തുടങ്ങുന്ന എല്ലാത്തിനും സർവനാമം മേം. തായിൽ തുടങ്ങുന്ന എല്ലാത്തിനും സർവനാമം ടു. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെച്ചാൽ ഉത്തരം കിട്ടിയടോ. മക്കളെ അവസാനമായിട്ട് 2 ക്വസ്റ്റ്യനും കൂടി, ഇതുകൂടി കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൊറോണ സമയത്ത് വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതേ ക്വസ്റ്റ്യൻ. എങ്ങനെ വന്നറിയാം? സംഭവം വെരി സിമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് 2 ബോക്സ് തന്നു. എന്നിട്ട് ചോദിക്കുകയാണെന്ത്? മുജെ എന്നുള്ള ഈ വാക്കുണ്ടായത് മേം പ്ലസ് കോ ആണ്. 2 ബോക്സിൽ തന്നു അല്ലേ. മേം എന്ന സർവനാമവും കോ എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് ഒരു പ്രത്യേകം കൂടി ചേർന്നപ്പോഴാണ് എന്തുണ്ടായത്? മുജെ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ മേരെ എങ്ങനെ ഉണ്ടായി എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പം നിങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് ഇതേപോലെ 2 ബോക്സ് വരച്ചിട്ട് ഒരു ബോക്സിൽ മേം അല്ലേ. മേരെങ്കിൽ മാ അല്ലേ. മായിൽ തുടങ്ങുന്ന എല്ലാത്തിനും മേം തന്നെയായിരിക്കും സർവനാമം. എന്നാൽ രേ എന്ന് വരണമെങ്കിൽ മേം പ്ലസ് കെ. മേം പ്ലസ് കെ അല്ലേ മേരെ. മേം പ്ലസ് കാ മേര, മേം പ്ലസ് കി മേരി, മേം പ്ലസ് കെ മേരെ. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. ഇനി അടുത്ത് ഇതേപോലെ തന്നെ വന്ന് നോക്കിയാൽ വഹ് പ്ലസ് മേം എന്താ? ഉസ്മേം. വഹ് ഉസ്സല്ലേ വരിക. അങ്ങനെയെങ്കിൽ മേര എങ്ങനെ ഉണ്ടായതെന്ന് ഇതാ അവിടെ തന്നെ കിടക്കുന്നത്. മേര എങ്ങനെ വരിക? മേം അല്ലേ പ്ലസ് കാ. മേം പ്ലസ് കായാണെന്ത്? മേര. അപ്പൊ ഇങ്ങനെയും ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള സർവനാമങ്ങളും പ്രത്യയങ്ങളും കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ 1 മാർക്ക് ഉറപ്പാണ് നിങ്ങൾക്ക്. വളരെ സിമ്പിളായിട്ട് കിട്ടും. അപ്പം ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.